അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? നമുക്കിന്നേ നല്ല അടിപൊളി ഒരു കേസരിയുടെ റെസിപ്പി കണ്ടാലോ? ഈ കേസരി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ കണ്ട ചന്ദനമഴ സീരിയലാണ് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ കേസരിനെ പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ആ അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറക്കാനായിട്ട് മുന്തിരിനെയും കൂടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, കാരണം നെയ്യിൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവാറുണ്ട്. മുന്തിരിക്കാണെങ്കിൽ കരിയാനായിട്ടുള്ള ടെൻഡൻസി കുറച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഞാൻ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ റോസ്റ്റഡ് റവയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ആ ഒരു റോസ്റ്റഡ് റവ ഞാൻ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ടൈം നെയ്യിൽ റോസ്റ്റ് ചെയ്യണം എന്നില്ല. ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടായിട്ട് വരുമ്പം അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. റോസ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ, ആ റവേനെ. അപ്പോൾ ഇതാ ഞാനതിനെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ എത്രയാണോ റവ എടുത്തിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. ഞാൻ 2 കപ്പ് റവ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് മതി എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ്, കുറച്ച് കളറും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചതുണ്ടായിരുന്നില്ല, അപ്പം ഞാനൊരു 3 ഏലക്കേനെ എടുത്തിട്ട് പൊടിച്ച് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നെയ്യ് അതിലേക്കൊന്ന് നന്നായിട്ട് ഉരുകി വരണം. അപ്പോൾ ആ ടൈമിൽ ആ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരുന്ന ആ റവേനെ നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് റവ ഇട്ടിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി റവ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വെള്ളം വറ്റി ആ ഒരു റവ, നമ്മൾ ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പം റവ വറ്റിയില്ലേ, സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം വറ്റി വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതാ ഈ ഒരു വെള്ളം വറ്റി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡും നന്നായിട്ട് കുക്കാവണം. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ ശരിക്കും നമുക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ആ ഒരു പഞ്ചസാര വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ടേസ്റ്റിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ 1 കപ്പിന് സെയിം 1 കപ്പ് പഞ്ചസാര തന്നെയായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിപ്പം മധുരം ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ഈ കേസരി എന്ന് പറയുന്ന സാധനം ആ ഒരു മധുരത്തിൽ കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് കറക്റ്റ് അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എടുത്ത റവയുടെ 1 കപ്പിന് 1 കപ്പ് പഞ്ചസാര തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങുമ്പം കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടിയിട്ടൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേസരി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ കേസരിയുടെ ലുക്ക്. അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.